സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പപ്പായ കൊണ്ട് ചിപ്സ് ഉണ്ടാക്കി നോക്കാം. ഈ പപ്പായയുടെ പകുതി കഷ്ണം എടുത്താണ് ഞാൻ ചിപ്സ് ഉണ്ടാക്കുന്നത്. ഇത് ഒരുവിധം മൂത്ത പപ്പായയാണ്. അധികം മൂക്കുകയും ചെയ്യരുത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുരു നമുക്ക് സ്പൂൺ കൊണ്ട് കോരി മാറ്റാം. ഇത് മുറിച്ച് കുരു കളഞ്ഞ് തോലെല്ലാം ചെത്തി വെച്ചതാണ്. ഇനി ഇത് കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതിനുശേഷം ഗ്രേറ്റർ എടുത്ത് നേർമയായി മുറിച്ചെടുക്കാം. ലൈസ് പോലെ ചെത്തിയെടുത്തതാണ് ഇത്. മുറിച്ചെടുത്ത പപ്പായ 1/2 ലിറ്റർ വെള്ളം വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുമിട്ട് നമുക്ക് ഇതിലിട്ട് ഒന്ന് തിളപ്പിച്ച് കോരി മാറ്റാം. ഇട്ട ഉടനെ തന്നെ തിളയിൽ നിന്ന് കോരിയെടുക്കണം, അല്ലെങ്കിൽ പപ്പായ വെന്തു പോകും. കോരി മാറ്റിയാൽ വെള്ളമെല്ലാം മാറുന്ന രീതിയിൽ ഒരു തുണിയിൽ പരത്തി തോർത്തിയെടുക്കണം. ഇത് ചായയുടെയോ ചോറിൻ്റെയോ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി ഇത് വെള്ളമെല്ലാം തോർത്തിയെടുക്കാം.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. മസാലയുടെ സ്വാദിൽ ഉണ്ടാക്കണമെങ്കിൽ 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ട് ചേർത്തെടുക്കാം. തിളപ്പിച്ച പപ്പായ തണുപ്പിച്ചെടുക്കാൻ ഒരു പാത്രത്തിൽ ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് കോരിയെടുത്ത പപ്പായ അതിലിട്ട് ഇളക്കി കുറച്ച് സമയം വെച്ചാൽ മതി. അതിനുശേഷം എടുത്ത് തോർത്തിയെടുക്കാം. ക്രിസ്പിയായി വറുത്തെടുത്താൽ നമുക്ക് ടിന്നിൽ അടച്ചു വയ്ക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിലിട്ട ഉടനെ കോരിയെടുക്കണം, അല്ലെങ്കിൽ വെന്തുപോയാൽ കറി ഉണ്ടാക്കാനേ പറ്റൂ. ഇനി ഇത് ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പറ്റിപ്പിടിക്കാത്ത രീതിയിൽ ഓരോന്നായി എണ്ണയിൽ ഇട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ചായയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. എല്ലാവരുടെ വീട്ടിലും പപ്പായ കാണും. അപ്പോൾ അതിൽ നിന്ന് പറിച്ച് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.